ഇതൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ആണ്. അതായത് ഒരാൾ സംശയമായിട്ട് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ്. ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. കാരണം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. അതേ പറ്റി ഞാൻ പണ്ട് ചെറിയ വീഡിയോ ഉണ്ടാക്കി, ഇനി അത് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്ന് കേട്ട് നോക്കിയാൽ Gtech റിമോട്ട് കിറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. നമ്മളൊക്കെ റിവ്യൂ ചെയ്തിരുന്ന ഒരു സാധനമില്ലേ, ആ സാധനമല്ല, അതിൻ്റെ ശേഷം വന്നിരുന്ന കംപ്ലീറ്റ് വെർഷനും. കുറേ പേര് നമ്മളെ വീഡിയോവും മറ്റു വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ അധികം ആളുകളും ഈ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഇയാൾ ഉപയോഗിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വരുന്ന വെർഷൻസും എല്ലാവരും വാങ്ങും. അപ്പോൾ ആ വെർഷൻസിൽ അല്ലാതെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡൽ ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് എടുക്കാറില്ല, നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞതാണ് കുഴപ്പമാണെന്ന്. അപ്പോൾ ഈ വരുന്നതിന് ഒരുപാട് പരിഹാരം ആ വീഡിയോയുടെ കമൻസിലുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വലിയ വലിയ സീനിയേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇത് വായിച്ച് അതുപോലെ ചെയ്യണം. നമ്മൾ ആ റിമോട്ട് കിറ്റ് കയറ്റിയതിൻ്റെ ശേഷം ആ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം. ഇതിൻ്റെ പുറമെ നമ്മൾ അസംബ്ലിങ്ങിൻ്റെ പുറമെ, അതായത് ഈ കിറ്റ് വാങ്ങിയാൽ നമുക്ക് ഡബിൾക്ക് പണിയാണ്. നമ്മൾ ഈ പണി എടുക്കുന്നത് നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സ്ട്രിപ്പും വയറിങ്ങും എല്ലാം നല്ല നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ വയറിങ്ങും പണികളും ഗ്രൗണ്ടിങ്ങും മറ്റേതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു എക്സ്ട്രാ പണി കൂടി ഇങ്ങനെയുള്ള കിറ്റ് എടുക്കുമ്പോൾ വരികയാണ്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് 5 ചാനൽ ഔട്ട്പുട്ടാണ്, 5.1 ഔട്ട്പുട്ടാണ് കിറ്റിന്. അപ്പോൾ ആ കിറ്റിൻ്റെ 5.1 ഔട്ട്പുട്ട് ഒരു വലിയ കൺട്രോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള കൺട്രോളുകൾ കിട്ടും, ആനലോഗ് കൺട്രോളുകൾ. അപ്പോൾ അത് കിട്ടിയാൽ ഒരു വിധം വരെ ഒരു പകുതിയോ മുക്കാലൊക്കെ ഇട്ടിട്ട് നമുക്കത് കുറയ്ക്കാം. ഞാനത് ഈ രീതിയിൽ ഇങ്ങനെയുള്ള കൺട്രോൾ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. അതായത് 5.1 ഇതിലൂടെ കയറ്റിയാണ്ട് ഇറക്കുക, ഡയറക്റ്റ് കിറ്റിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇതിനകത്തോട്ട് കയറ്റി ഇറക്കിയിട്ട് ഇതിൽ അത് കുറച്ചിട്ടേക്കുക. അതായത് നമുക്ക് ആ നോയ്സ് ലെവൽ മാക്സിമം ക്ലിയർ ഒരു വിധം, മാക്സിമം എന്തായാലും അതിന് ഒഴിവായി കിട്ടിയിട്ടില്ല, ഒരു വിധം ക്ലിയർ ആവുന്നവരെ കുറച്ചിട്ടിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് ഉപയോഗിക്കുക. അതിലൂടെ നമുക്ക് റിമോട്ട് ആക്സസ് കിട്ടും. പക്ഷേ ബാക്കി ഇതിനുള്ളിൽ ഈ ഒരു കൺട്രോളും കൂടി വെച്ചാൽ ആ പണി കുറച്ച് സിമ്പിളാവും. അപ്പോൾ ഇതിപ്പോഴും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പേജ്, അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പോയി ആഡ് ചെയ്യാം. അതിനകത്ത് അവരുടെ ആ സംശയങ്ങൾ ഫുൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ബാക്കിലോ നമ്മളെ ആംപ്ലിഫയറിൻ്റെ ബാക്കിലോട്ടോ മറ്റോ വെച്ച് കൊടുക്കാം. അതെല്ലാം ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചാലും ഓക്കെ. നിങ്ങൾക്ക് ആ ക്ലാരിറ്റി മാക്സിമം എത്രത്തോളം ആ പ്രശ്നം ഒഴിവാക്കാൻ പറ്റുമോ, ഒരു ക്ലിയറായ സൗണ്ട് വരുമോ ആ ലെവലിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പ്രശ്നം കാരണം ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്യൂടെക് കിറ്റാണ്. നമ്മൾ ഇപ്പോൾ ഇത് ജെംടെക്കിൻ്റെ റിമോട്ട് കിറ്റാണ്. ജെംടെക്കിൻ്റെ റിമോട്ട് കിറ്റ് അതുപോലെ വേറെയും നമ്മളെ Gtechൻ്റെ മറ്റൊരു റിമോട്ട് കിറ്റ്, സാധാ റിമോട്ട് കിറ്റ് ഉണ്ട്. ഇങ്ങനത്തെ 5.1 റിമോട്ട് കിറ്റ് കുഴപ്പം ഉണ്ടായിട്ട് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഒന്നുമില്ല, 2-3 പ്രാവശ്യം ബുദ്ധിമുട്ടായിട്ട് ഞാനിപ്പോൾ അത് എടുക്കാറില്ല. ഇപ്പോൾ ജെംടെക് എടുത്തിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ, പറയാം. അതുപോലെ ഇപ്പോൾ ഫ്യൂടെക് കിറ്റിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഫ്യൂടെക് കിറ്റ് വെച്ചിട്ട് മെർജ് ചെയ്യാൻ ഇതിൽ പറ്റില്ല. ഇവരുടെ തന്നെ റിമോട്ട് കിറ്റ് എടുത്താൽ ഈ ഫ്യൂടെക് കിറ്റായിട്ട് മെർജ് ചെയ്യാം, ഇതിലേക്ക് മെർജ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. പിന്നെ അന്ന് ഈ കിറ്റിനെ പറ്റി പറഞ്ഞ വീഡിയോ ആണിത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കൺട്രോൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഒരുവിധം പരിഹരിക്കാം.